തെറ്റുപറ്റിയതാണ്. പുറമേ കാണുന്ന ഈ വെളുപ്പ് കണ്ട് നീ എന്നെ പുകഴ്ത്തുകയാണ്. പക്ഷേ എന്റെ കഷ്ടപ്പാടുകൾ എനിക്കേ അറിയാവൂ. എപ്പോഴും ജീവഭയത്തോടെ വെള്ളത്തിൽ ഒളിച്ചിരിക്കേണ്ടി വരികയാണ്. അതെയോ, വെളുത്ത നിറമായതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകളുണ്ടോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഒരു വിശാലമായ കാടായിരുന്നു. ആ കാട്ടിലെ ഒരു വലിയ മരത്തിൽ ബുദ്ധിമാനായ ഒരു കാക്ക താമസിച്ചിരുന്നു. ഒരു ദിവസം ആ കാക്ക ഒരു കുളത്തിന്റെ കരയിലിരുന്നു കൊണ്ട് വെള്ളത്തിൽ സ്വന്തം പ്രതിബിംബം നോക്കുകയായിരുന്നു. അബ്ബാ, ഈ കാട് കാണാൻ എന്ത് ഭംഗിയാ! ഈ പൂക്കളാണെങ്കിൽ നല്ല ചുവന്ന് തുടുത്തിരിക്കുന്നു, മരത്തിലെ ഇലകളാണെങ്കിൽ നല്ല പച്ചപ്പും. പിന്നെ ഞാനെന്താ ഇങ്ങനെ കരി പോലെ കറുത്തിരിക്കുന്നത്? ലോകത്തുള്ള എല്ലാ നിറങ്ങളും എല്ലാവർക്കും വീതിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും നിറങ്ങൾ തീർന്നു പോയതാണോ? എന്തായാലും ഈ കറുപ്പ് നിറം കൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളതെന്നും ഈ ലോകത്തിൽ എന്നേക്കാൾ സുന്ദരൻ ആരാണെന്നും എനിക്ക് ഇന്ന് തന്നെ അറിയണം. സ്വന്തം നിറത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്ന കാക്കയുടെ അടുത്തേക്ക് അപ്പോൾ ഒരു മുയൽ വന്നു. എന്താ കാക്കാളിയ, വെള്ളത്തിൽ സ്വന്തം മുഖം നോക്കി എന്തോ ആലോചനയിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് ചുറ്റും നോക്ക്, എന്നെ നോക്ക്. എൻ്റെ പാല് പോലെയുള്ള ഈ വെളുത്ത നിറം നോക്ക്, എന്ത് ഭംഗിയാ! ഈ കാട്ടിലുള്ളവരെല്ലാം എന്നെ കണ്ട് എന്ത് സുന്ദരൻ എന്ന് പറയും. പക്ഷെ നിന്റെ ആ കറുപ്പ് നിറം കണ്ട് ആർക്കും ഒരു ഇഷ്ടവും തോന്നില്ല. പാവം, നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. നീ എന്തൊരു വാക്കാ മുയലലിയ പറഞ്ഞത്! മനസ്സിന് നല്ല വിഷമം തോന്നുന്നുണ്ട്. കറുപ്പ് ഒരു നിറമല്ലേ, അതും ദൈവം തന്നതല്ലേ. പക്ഷേ നിന്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ സംശയമാകുന്നു. സത്യത്തിൽ ഞാൻ അത്രയ്ക്ക് വിരൂപനാണോ? എൻ്റെ നിറം അത്ര മോശമാണോ? അയ്യോ, ഞാൻ നീ മോശമാണെന്നൊന്നും പറഞ്ഞതല്ല കാക്കാലിയ. നിന്റെ കറുപ്പ് നിറത്തേക്കാൾ നിന്റെ ബുദ്ധിയും സാമർഥ്യവുമാണ് കൊള്ളാവുന്നത്. നിറമില്ലെങ്കിൽ എന്താ, ബുദ്ധിയുണ്ടല്ലോ. ഇതും പറഞ്ഞ് മുയൽ അവിടെ നിന്നും പോയി. അത് ശരിയാണല്ലോ. എല്ലാവരും എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാ? ഞാനെന്താ മറ്റുള്ളവരെ പോലെ നിറമുള്ളവനാവാത്തത്? ശരി, ഞാൻ ഈ കാട് മുഴുവൻ ചുറ്റും. ഈ ലോകത്ത് എന്നേക്കാൾ സന്തോഷവാനും സുന്ദരനും ആരാണെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിക്കും. കാക്ക ചിറകടിച്ചുകൊണ്ട് ആകാശത്തേക്ക് പറന്നുയർന്നു. കാട്ടിലൂടെ പറക്കുമ്പോൾ താഴെക്കുളത്തിൽ മുത്തുപോലെ വെളുത്ത് തിളങ്ങുന്ന ഒരു അരയന്നത്തെ കാക്ക കണ്ടു. കാക്ക മെല്ലെ താഴെ ഇറങ്ങി കരയിലിരുന്നു. അരയന്നമേ, നീ വെള്ളത്തിൽ മുത്തുപോലെ എത്ര വെളുത്താണ് തിളങ്ങുന്നത്! നിന്നെ കാണുമ്പോൾ എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നു. നിന്റെ ജീവിതം ഒരു പ്രശ്നവുമില്ലാതെ എത്ര സമാധാനമായിട്ടാണ് പോകുന്നത്. നിറമില്ലാത്ത എന്നേക്കാൾ ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷവതിയായ പക്ഷി നീയാണല്ലേ? അല്ല കാക്കാലിയ, നിനക്ക് തെറ്റുപറ്റിയതാണ്. പുറമേ കാണുന്ന ഈ വെളുപ്പ് കണ്ട് നീ എന്നെ പുകഴ്ത്തുകയാണ്. പക്ഷേ എന്റെ കഷ്ടപ്പാടുകൾ എനിക്കേ അറിയാവൂ. ഈ വെളുപ്പ് നിറം കാരണം ദൂരെ നിന്നാലും ശത്രുക്കൾക്ക് എന്നെ പെട്ടെന്ന് കാണാൻ പറ്റും. എപ്പോഴും ജീവഭയത്തോടെ വെള്ളത്തിൽ ഒളിച്ചിരിക്കേണ്ടി വരികയാണ്. അതെയോ, വെളുത്ത നിറമായതുകൊണ്ട് ഇത്രയും കഷ്ടപ്പാടുകളുണ്ടോ? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കുറച്ചു മുൻപ് മുയലലിയനെ കണ്ടിരുന്നു. അവൻ തന്റെ വെളുപ്പ് നിറം വലിയ സംഭവമാണെന്നും പറഞ്ഞ് എന്നെ കളിയാക്കിയതേ ഉള്ളൂ. മുയൽ നിലത്താണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ആപത്ത് വന്നാൽ അവൻ പൊന്തക്കാട്ടിൽ ഒളിക്കും. പക്ഷെ നിന്റെ കറുപ്പ് നിറത്തെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ നിറം കാരണം നീ മരക്കൊമ്പുകൾക്കിടയിൽ ഇരുട്ടത്തിരുന്നാൽ ആരും കാണില്ല. നീ അത്രയ്ക്ക് സുരക്ഷിതനാണ്. അരയന്നത്തിന്റെ വാക്കുകൾ കാക്കയ്ക്ക് പുത്തൻ അറിവായി തോന്നി. എന്റെ വാക്ക് വിശ്വസിക്ക് കാക്കാലിയ. എന്നേക്കാൾ ആ മരത്തിലുള്ള തത്തയാണ് നല്ല മനോഹരിയും നിറമുള്ളവളും. ഒന്ന് പോയി ആ തത്തയോട് ചോദിച്ചു നോക്ക്, അവൾ എത്ര സന്തോഷവതിയാണെന്ന്. കാക്ക ആവേശത്തോടെ ആകാശത്തേക്ക് പറന്നു. പിന്നീട് ഒരു പേരമരത്തിലിരുന്ന് തത്തയുടെ അടുത്തേക്ക് കാക്ക ചെന്നു. തത്തമ്മേ, തത്തമ്മേ, നിന്റെ ഈ പച്ച നിറവും ആ ചുവന്ന വളഞ്ഞ ചുണ്ടും അപ്പോ കാണാൻ എന്ത് ചന്തമാണെന്നോ! നിന്നെ കണ്ട് ഈ കാട് മുഴുവൻ മോഹിച്ചു പോകും. നിന്റെ സൗന്ദര്യത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. നീ നല്ല സന്തോഷത്തിലാണല്ലേ? അയ്യോ, നീ വലിയ പാവമാണല്ലോ കാക്കാലിയ. എന്റെ നിറം ഇലകൾക്കിടയിൽ മറഞ്ഞിരിക്കാൻ സഹായിക്കുമെന്നത് സത്യമാണ്. പക്ഷേ നിനക്കുള്ള പ്രത്യേകത എനിക്കില്ല. നിനക്കറിയാമോ, രാത്രി സമയത്ത് നീ എവിടെ ഇരുന്നാലും ശത്രുക്കൾക്ക് നിന്നെ കാണാൻ കഴിയില്ല. ആ ഇരുട്ട് നിന്റെ കൂട്ടുകാരനാകും. നിന്റെ നിറം നിനക്കൊരു മായാ കവചം പോലെയാണ്.
എന്നെ ആരെങ്കിലും കണ്ടാൽ ഉടനെ പിടിക്കാൻ നോക്കും. മായാ കവചമോ? കേൾക്കാൻ തന്നെ നല്ല രസമുണ്ടല്ലോ. അതായത് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ എന്റെ കാര്യങ്ങൾ എനിക്ക് സ്വതന്ത്രമായി ചെയ്യാമെന്നർത്ഥം. നല്ല കാര്യമാണ് തത്തമ്മേ നീ പറഞ്ഞത്. എന്റെ കറുപ്പ് നിറത്തിന് പിന്നിൽ ഇത്രയും വലിയ രഹസ്യം ഉണ്ടായിരുന്നോ? അതെ സുഹൃത്തെ, ഞാൻ ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് പിടിക്കപ്പെടും. പിന്നെ നിനക്കുള്ള ബുദ്ധിയും വേഗതയും ഈ കാട്ടിൽ വേറെ ആർക്കുമില്ല. സൗന്ദര്യം കാണുന്ന കണ്ണുകളിലാണുള്ളത്, അല്ലാതെ നിറത്തിലല്ല. ഈ കാട്ടിൽ എന്നേക്കാൾ മനോഹരമായി ആ മയിൽ രാജാവാണ് വാഴുന്നത്. അങ്ങോട്ട് പോയി നോക്ക്. കാക്ക സന്തോഷത്തോടെ അവിടെ നിന്നും പറന്നുപോയി. ഒടുവിൽ കാട്ടിലെ രാജാവിനെ പോലെയുള്ള മയിലിന്റെ അടുത്തെത്തി. അപ്പോൾ മയിൽ പീലി വിടർത്തി അതിമനോഹരമായി നൃത്തം ചെയ്യുകയായിരുന്നു. ആ നിറങ്ങൾ കണ്ട് കാക്ക അത്ഭുതപ്പെട്ടുപോയി. മയിൽ രാജാവേ, നിന്റെ പീലിയിലെ നിറങ്ങൾ കാണുമ്പോൾ ആകാശത്തിലെ മഴവിൽ മണ്ണിലേക്ക് ഇറങ്ങി വന്നതുപോലെയുണ്ട്. നീ ശരിക്കും ഭാഗ്യവാനാണ് രാജാവേ. നിന്റെ അഴകിന് തുല്യമായ ഒരു പക്ഷി ഈ കാട്ടിലല്ല, ഈ ലോകത്ത് തന്നെ വേറെ കാണില്ല. നീ തന്നെയാണ് ഏറ്റവും വലിയവൻ. ശരിയാണ് കാക്കാലിയ. എൻ്റെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കും. എല്ലാവരും എന്നെ പുകഴ്ത്തും. പക്ഷേ സത്യം പറയട്ടെ, എന്നേക്കാൾ 1000 മടങ്ങ് ഭാഗ്യവാൻ നീയാണ്. എന്താണെന്നറിയാമോ? നിനക്കുള്ള സ്വാതന്ത്ര്യം കാരണം. നിനക്ക് ആകാശത്ത് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പറക്കാം. ആരും നിന്നെ തടയില്ല. ആരും നിന്നെ പൂട്ടുകയുമില്ല. ഞാനിങ്ങനെ സുന്ദരനായതുകൊണ്ടാണ് മനുഷ്യർ എന്നെ കാണുമ്പോൾ സന്തോഷിക്കുന്നത് മാത്രമല്ല, എന്നെ പിടിച്ച് കൂട്ടിലിടാൻ നോക്കുന്നതും. അവരെൻ്റെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുന്നു. യഥാർത്ഥ സൗന്ദര്യം പീലിയിലോ നിറത്തിലോ അല്ല കാക്കാലിയ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിലുമാണ്. അതാണ് നിന്റെ യഥാർത്ഥ സൗന്ദര്യം. അങ്ങനെ കാക്കയും മയിലും വൈകുന്നേരം വരെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു. അപ്പോഴേക്കും നേരം മെല്ലെ ഇരുട്ടിത്തുടങ്ങി. പൊന്തക്കാടിന് പിന്നിലൂടെ ഒരു വേട്ടക്കാരൻ വരുന്നത് കാക്ക ശ്രദ്ധിച്ചു. അവൻ മയിലിനെ പിടികൂടാനായി പതുക്കെ അടുത്തു. ഇരുട്ടായതുകൊണ്ട് കറുത്ത നിറത്തിലുള്ള കാക്കയെ വേട്ടക്കാരൻ കണ്ടില്ല. എടാ, ഇരുട്ടായപ്പോ ഒളിച്ചു വന്ന് എൻ്റെ സുഹൃത്തിനെ പിടിക്കാൻ നോക്കുന്നോ? നിനക്ക് ഞാനിപ്പോൾ ശരിയാക്കി തരാം. ഈ കറുത്ത കാക്ക വിചാരിച്ചാൽ എന്താകുമെന്ന് നിനക്കിപ്പോ മനസ്സിലാക്കി തരാം. നിന്നെ ഞാൻ വെറുതെ വിടില്ല. കാക്ക പെട്ടെന്ന് ഉച്ചത്തിൽ കാ കാ എന്ന് ഭയങ്കരമായി കരഞ്ഞുകൊണ്ട് വേട്ടക്കാരന്റെ നേരെ പാഞ്ഞു ചെന്നു. കാക്ക തന്റെ ചുണ്ടുകൊണ്ട് അവന്റെ തലയിൽ കൊത്താനാഞ്ഞു. ഇരുട്ടിൽ നിന്ന് പെട്ടെന്നുണ്ടായ ഈ ആക്രമണത്തിൽ വേട്ടക്കാരൻ ആകെ പരിഭ്രമിച്ചുപോയി. അയ്യോ, ഇതെന്താ ഈ കാക്ക ഇങ്ങനെ വന്ന് ആക്രമിക്കുന്നത്? എന്ത് ഈശ്വര, ജീവൻ കിട്ടിയാൽ മതിയായിരുന്നു. പേടിച്ചുപോയ വേട്ടക്കാരൻ തന്റെ വല അവിടെ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. അതിനുശേഷം കാക്കയും മയിലും മുയലും ഒരിടത്ത് ഒത്തുകൂടി. കണ്ടോ മുയലേ, രാവിലെ നീ കാക്കാലിയനെ കറുത്തവനെന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. പക്ഷേ ആ നിറം കാരണമാണ് ഇരുട്ടത്ത് കാക്കാലിയനെ വേട്ടക്കാരൻ കാണാതിരുന്നത്. തൻ്റെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് ഇന്നവൻ എൻ്റെ ജീവൻ രക്ഷിച്ചു. ഇപ്പോൾ പറ, ആരാണ് വലിയവൻ? ശരിയാണ് മയിൽ രാജാവേ, എന്നോട് ക്ഷമിക്ക് കാക്കാലിയ. നിറമല്ല പ്രധാനം, സമയത്ത് സഹായിക്കുന്ന നിന്റെ സ്വഭാവവും ബുദ്ധിയുമാണ് മറ്റെന്തിനേക്കാളും വലുതെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. നീ ശരിക്കും ഗ്രേറ്റ് ആണ്. കാക്ക തന്റെ കറുത്ത നിറത്തിൽ അഭിമാനം കൊണ്ട് സന്തോഷത്തോടെ ആകാശത്തേക്ക് പറന്നുയർന്നു.